വെൽക്കം സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 83/2025 ആണ്. കഴിഞ്ഞ വർഷം നടന്ന സെയിൽസ് ഹോസ്റ്റിന്റെ എക്സാമിനേഷന്റെ ഫൈനൽ ആൻസർ ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. എപ്പോഴും ആവർത്തന ചോദ്യങ്ങൾ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആവർത്തന ചോദ്യങ്ങൾ പഠിക്കുക, അനുബന്ധമായ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ആൻസേഴ്സും കൂടി കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ്: സഹോദരൻ അയ്യപ്പൻ, സ്വാമി വിവേകാനന്ദൻ, കുമാരനാശാൻ, വി.ടി. ഭട്ടതിരിപ്പാട്. ആൻസർ ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. അടുത്തത്: USA-യുടെയും സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? USA-യുടെയും സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത് ആരാണ്? ആൻസർ: ജോർജ് ഓർവെൽ. 1945 ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത് ജോർജ് ഓർവെൽ ആണ്. ജോർജ് ഓർവെൽ. ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ് ആണ് എന്ത് പറഞ്ഞത്? ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന്. 19ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിലുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിലുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ആൻസർ: കാന്റൺ. ആൻസർ: കാന്റൺ. ചൈനയിലെ തുറമുഖത്തിന്റെ പേരാണത് കാന്റൺ. അടുത്തത്: ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, നാം. NAM, നാം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനാണ് ഏറ്റവും സാന്ദ്രത കൂടുതൽ. നെക്സ്റ്റ് വൺ: ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിൽ ഉള്ളത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിൽ ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി, അകക്കാമ്പും താഴത്തെ ആവരണവും. അകക്കാമ്പാണ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. അകക്കാമ്പാണ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഭൂവൽക്കം, മാന്റിൽ, അകക്കാമ്പ്, പുറക്കാമ്പ് എന്നിങ്ങനെ മെയിൻ പാളികളുണ്ട്. അതിൽ അകക്കാമ്പ് ഖരാവസ്ഥയിൽ കാണുന്നു. ഏറ്റവും താഴത്തെ ആവരണവും അകക്കാമ്പ് കഴിഞ്ഞ് അതിനകത്ത് വരുന്ന താഴത്തെ ആവരണമാണ് ഖരാവസ്ഥയിൽ കാണുന്നത്. ഡീറ്റെയിൽഡായി പഠിക്കുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അകക്കാമ്പും താഴത്തെ ആവരണവുമാണെന്ത്?
ഖരാവസ്ഥയിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥ ഏതാണ്? സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഒഡീഷയിലെ ഭീതാർ കണിക. ഒഡീഷയിലെ ഭീതാർ കണിക. ഒഡീഷയിലെ ഭീതാർ കണികയാണ്. ഒഡീഷയിലെ ഭീതാർ കണികയാണ് സുന്ദർബൻ കഴിഞ്ഞ. സുന്ദർബനാണ് ഏറ്റവും വലിയ കണ്ടൽക്കാട്. സെക്കൻഡ് പ്ലേസ് ആർക്കാണ്? ഭീതാർ കണിക, ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ നാഗാലാൻഡ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡ്. നാഗാലാൻഡ്. ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെ പറയുന്നതിൽ നിന്നും തിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിലാണ് കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. അടുത്തത്, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് വിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് വിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ആൻസർ ഗുജറാത്ത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ആസൂത്രണത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യൻ ആസൂത്രണത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അതായത് മൂന്നെണ്ണവും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി, മൂന്നും ശരിയാണ്. ഇന്ത്യൻ ആസൂത്രണം, ഒന്നാമത്തേത് പഞ്ചവത്സര പദ്ധതി പ്രകാരം, പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് 60-69 കാലത്ത് പ്ലാൻ ഹോളിഡേ എന്ന് പറയും. പഞ്ചവത്സര പദ്ധതി തന്നെയാണത്. ഇന്ദിരാഗാന്ധി സമയത്ത് വരുന്നുള്ളതാണത്, അല്ലെ? നമുക്കറിയാവുന്നതാണത്. ഇങ്ങനെ പകരം എന്നൊക്കെ വരുമ്പോ അത് പഞ്ചവത്സര പദ്ധതിയാണ്. 5 ഇയർ പോയില്ല, പകരം 66 to 69, അല്ലെ? ഏകദേശം 3 വർഷം വന്നുള്ളൂ. അതുകൊണ്ടാണ് പകരം ഒരു വാക്കോടെ വന്നത്. പഞ്ചവത്സര പദ്ധതിക്ക് പകരം 66-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. വാർഷിക പദ്ധതികൾ, വർഷാവർഷം പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ 4ാം വർഷത്തിൽ അവസാനിച്ചു. 8ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. 92 മാത്രമാണത് ആരംഭിച്ചിട്ടുള്ളത്. പഞ്ചവത്സര പദ്ധതി നമ്മൾ വളരെ സിമ്പിളായി ഏത് വർഷം ആരൊക്കെ അധ്യക്ഷൻ, അല്ലെ, എന്തൊക്കെ പദ്ധതികൾ എന്ന് വെറുതെ പഠിച്ചു പോകും. ഇവിടെ വരുമ്പോൾ ഇച്ചിരി ടഫായിട്ട് നമുക്ക് ചോദിച്ചേക്കുന്നു. എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഈ പ്ലാൻ ഹോളിഡേ ഒക്കെ നമുക്കറിയാം, ചോദിക്കുമ്പോൾ എഴുതാം. പക്ഷെ ഇതിനകത്ത് ഡീറ്റെയിൽഡ് 78 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അത് 4 വർഷം ഉണ്ടായിരുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രം നമ്മളത് ഇതിലേക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൂപ്പർ, അല്ലെങ്കിൽ എന്താ, പുറമേ നമ്മൾ വെറുതെ ഹെഡിങ് നോക്കിയിട്ട് പോയാൽ ഇങ്ങനെയുള്ള ആൻസർ എഴുതാൻ പറ്റില്ല. അവിടെ നമ്മൾ റാങ്ക് ലിസ്റ്റ്, റാങ്കിങ് അവിടെയാണ് നിർണ്ണയിക്കപ്പെടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 3ഉമാണ് ശരി. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് ശരി. ആൻസർ ഓപ്ഷൻ ഡി. DMEOയും NILERDയും. ഇതിന്റെ പോയിന്റ്സ് എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാല്. DMEOയും NILERDയും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്.
നീതി ആയോഗിന് കീഴിൽ ഒരു അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഏതൊക്കെ? DMEO ആൻഡ് NILERD എന്നുള്ളത്. ഓക്കെ. അടുത്തത് സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. അടുത്തത് ഹരിത വിപ്ലവത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. ഹരിത വിപ്ലവത്തിൽ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. അടുത്തത് GST കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? GST കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ശരി ആൻസർ നമുക്കത് പറയാം. എല്ലാം ശരിയാണ്. GST കുറിച്ച് ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. കേന്ദ്രവും സംസ്ഥാനവും ഉള്ളത്. ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കുന്നത്. ഓക്കെ, സംയോജിത GST ആണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുന്നുണ്ട്. 2017 GST നടപ്പിലാക്കിയത്. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി എന്നുള്ളതാണ്. പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. അടുത്തത് ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക മാനദണ്ഡങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇതിൽ ശരി ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ശരി എന്ന് പറയുമ്പോൾ 1ഉം 3ഉമാണ് ശരി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ാമത്തതും 3ാമത്തതും ശരിയാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ജൻധൻ യോജന അല്ലെ, ജൻധൻ യോജന എപ്പോഴും കേൾക്കുന്ന വാക്കാണ് നമ്മൾ. ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. എല്ലാ വീടുകളിലും ബാങ്കിംഗ്, പ്രധാനമന്ത്രി ജൻധൻ യോജന. മറ്റൊന്ന് ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അടുത്ത പോയിന്റ്, 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെ കുറിച്ചുള്ള ഇനി പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരി. മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. ഓക്കെ, 2021 പൊതുമേഖലാ ബാങ്കിന്റെ ലയനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് ഒന്ന്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം, 2,
ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷം. 3. ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം. ഇത് 3 കൊണ്ടാണ് ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുക. 1. സുപ്രീം കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തുന്നു. അടുത്തത് ഏത് സംസ്ഥാനമാണോ ആ സംസ്ഥാനത്തിലെ ഗവർണറുമായി കൂടിയാലോചിക്കുന്നു. പിന്നീട് ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തുന്നു. ശേഷമാണ് എന്ത് ചെയ്യുക? ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. അടുത്തത് പ്രസ്താവന 1, പ്രസ്താവന 2. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെങ്കിലും ശരിയായി ഉണ്ടോ എന്ന് നോക്കുക. പ്രസ്താവന നോക്കാം. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. പ്രസ്താവന 2. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്ക് 1ഉം 2ഉം എന്താണ്? 2 പ്രസ്താവനകളും ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, 2 പ്രസ്താവനകളും ശരിയാണ്. കണ്ടല്ലോ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? അതിലൊന്നാമത്തത് രാഷ്ട്രത്തിന്റെ ഐക്യം. 2. യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ. 3. രാഷ്ട്രത്തിന്റെ അഖണ്ഡത. ആൻസർ വരാനുണ്ട്. ഓപ്ഷൻ ബി, രണ്ടാമത്തെ മാത്രം. യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ ഉൾപ്പെടുത്തിയിട്ടില്ല. രാഷ്ട്രത്തിന്റെ ഐക്യവും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും ഒക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടതാണ്. രാഷ്ട്രത്തിന്റെ ഐക്യം, അഖണ്ഡത ഏതും സെയിം മീനിങ് അല്ലെ? ഇത് രണ്ടും ആമുഖത്തിലുണ്ട്. എന്നാൽ വേർപിരിയൽ എന്നുള്ള സംഭവം ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? ആൻസർ ഓപ്ഷൻ ബി, 86ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെ കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവന ഏതൊക്കെയാണ് ശരി? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1ഉം 2ഉമാണ് ശരിയായവ. അത് മാത്രം നോക്കിയിട്ട് പോകാം. ഒന്നാമത്തെ പ്രസ്താവന, ചോദ്യം എന്താണെന്ന് വായിക്കാം. ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകൾ. ഓക്കെ, അത് 1. ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അടുത്തത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കുവാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമാണ്. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ, പ്രിലിംസിന് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തതാണ് ശരിയല്ലാത്തത്. ഓക്കെ, രണ്ടാമത്തതാണ് ശരിയല്ലാത്ത പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് അല്ലെ? ശരിയാ, നമുക്ക് പഠിക്കാനല്ലേ വന്നത്, അപ്പൊ പഠിച്ചിട്ട് പോവാം. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. ഇതൊക്കെ അറിയാവുന്ന ഫാക്റ്റ് ആണ്. ഓക്കെ, ശരിയാണ്. അടുത്തത്, 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ
BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ചിദാനന്ദ സിൻഹയെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു എന്നുള്ളതും ആ ഡേറ്റുകളൊന്ന് പഠിച്ചു വെക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം? ഉൾപ്പെടുന്ന വിഷയം ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. ഒന്ന് വൈദ്യുതി ആണ് അല്ലെ, വനം, വിദ്യാഭ്യാസം ഒക്കെ വരുന്നുണ്ട്. വൈദ്യുതി ഉള്ളത് കൊണ്ട് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ സി ആൻസർ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാം ശരി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ദി അബോവ് 1, 2 ആൻഡ് 3. ഓൾ ദി അബോവ് 1, 2 ആൻഡ് 3. നോക്കാം. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. 14. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ 16 പ്രതിപാദിച്ചിരിക്കുന്നു. യൂണിയൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഭാഗം 11 സേവനങ്ങളുടെ ഭാഗം 14 ഭരണഘടനാ വ്യവസ്ഥകൾ, പ്രത്യേക വ്യവസ്ഥകൾ 16 കാണപ്പെടുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1ഉം 2ഉം. ഓക്കെ, അതായത് 1ഉം 2ഉം. ഇപ്പൊ ഇത് വളരെ ടഫ് ആണെന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് കാണുന്നവർക്ക് വളരെ ടഫ് ആണെന്ന് തോന്നും. പക്ഷെ ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ, LDC എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിച്ചേ മതിയാവും. ഇത്തരം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പുറമേ നിന്ന് അല്ലെ ഹെഡിങ് വെച്ചിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ പഠിച്ചു പോകും. ഡീറ്റെയിൽഡ് വായിക്കുന്നില്ല. റാങ്ക് ഫയലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റുകൾ തന്നെ വായിക്കണം. 10 വരെയുള്ളതിന് തികയില്ല ഈ ആൻസർ ചെയ്താൽ. അപ്പൊ ചില റാങ്ക് ഫയലൊക്കെ നല്ല റാങ്ക് ഫയലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിട്ട് ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ആണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഭാഗം പഠിച്ച ഭാഗം തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് അറിയില്ല. നമ്മൾ ആ ഭാഗം ഒന്നുകൂടെ പോയി നോക്കുക. അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ പഠിക്കാതെ ഒന്നും മറന്നു പോയിട്ടുണ്ടാവും. പഠിച്ചിട്ട് പക്ഷെ വായിച്ചു പോയി, പക്ഷെ പഠിച്ചിട്ടില്ല, മറന്നുപോയതാണ്. വായിച്ചു പക്ഷെ മറന്നുപോയി, പഠിച്ചിട്ടില്ല. അപ്പൊ തിരുത്തി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അങ്ങനെ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ട് ഭയക്കണ്ട. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അതവിടെ തന്നെ എല്ലാ പോയിന്റ്സും ഉണ്ട്. ഒന്നുകൂടി തിരുത്തി പഠിച്ചു വെക്കുക. ഓക്കെ, എത്താൻ പറ്റും നമുക്ക് അങ്ങോട്ട്. അപ്പൊ ഇവിടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയേതാണ്? കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. മറ്റൊരംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയിരിക്കണം. അതല്ലെങ്കിൽ ജില്ലാ ജഡ്ജി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം. ഇതൊന്നുകൂടി വായിക്കാം. മറ്റൊരംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജി ആവാം, ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ആയിട്ട് കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ച ഒരു സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരിക്കാം. ഇതെല്ലാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 19(1)(a). സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശം അല്ലെ. ഇന്ത്യയുടെ ഏത് ഭരണഘടന ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം അല്ലെ 2005
മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 19(1)(a). താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? എല്ലാം ഓൾ ദി അബോവ്. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി എന്നിവയാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയത്. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. അടുത്തത് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഓക്കെ, 1ഉം 3ഉം. 1957 രൂപീകരിച്ച ഭരണ പരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ EMS നമ്പൂതിരിപ്പാട്. പിന്നെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ എന്ന സംഭവം ആരംഭിച്ചു. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക LSTS-നെ ലക്ഷ്യത്തോടുകൂടി 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം. നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ ഏതൊക്കെയാണ്? നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ ഏതൊക്കെയായിരുന്നു? 1ഉം 3ഉമാണ് ആൻസർ. ആൻസർ ഓപ്ഷൻ സി ആണ്. നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ. നരേന്ദ്രൻ കമ്മീഷൻ പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. പിന്നുള്ളത് പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുക, അല്ലെങ്കിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക. കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകളാണ് പറയുക. പിന്നോക്കാവസ്ഥയെ കുറിച്ച് മാത്രമാണ് പറയുക. LG ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്താണ് നരേന്ദ്രൻ കമ്മീഷൻ ഇതിനെ കുറിച്ചാണ് സംസാരിക്കുക. അല്ലെ, എന്റെ ശുപാർശ ഇതിനെ പറ്റിയാണ്, മെയിൻലി ഉള്ളതിനെ പറ്റിയാണ്. പിന്നോക്ക അവസ്ഥയിലെ പിന്നോക്കക്കാരെ ഉപേക്ഷിച്ച് പിന്നോക്കാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു കമ്മീഷനാണിത് നരേന്ദ്രൻ കമ്മീഷൻ. ഡിഗ്രികളൊക്കെ ആകുമ്പോൾ എന്താണ് വരിക? ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടു. അപ്പോൾ ഡീറ്റെയിൽ തന്നെ പഠിക്കുക. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ആൻസർ വരിക. ബയോ കെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകൾ തടയുന്നതിനുമായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ എൻ പ്രൗഡ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് താഴെ ഒഴികെയുള്ള താഴെ കൊടുത്തേക്കുന്നതിൽ ഒഴികെയുള്ള വ്യവസ്ഥകൾ ഏതല്ല? ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് എന്തൊക്കെ വ്യവസ്ഥകൾ ആവശ്യമുണ്ടെന്നാണ്? ഡാഷ് ഒഴികെയുള്ള വ്യവസ്ഥകൾ ആവശ്യമാണ്. ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള വ്യവസ്ഥകൾ ആവശ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒരു എഫക്ടർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ, അല്ലെ? റിഫ്ലക്സ് പ്രവർത്തനം കണ്ടത് ബയോളജിക്കൽ റിഫ്ലക്സ് പ്രവർത്തനം ആ ചാപ്റ്ററിലുള്ളതാണ്. ആർക്ക് റിഫ്ലക്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ചാപ്റ്റർ വരുന്നതാണത്. എഫക്ടറും പേശിയിലേക്കുള്ള മോട്ടോർ ഉപകരണത്തിന്റെയും കാര്യങ്ങൾ വരുന്നത്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഒരു എഫക്ടർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ ഒഴികെയുള്ള ഇതെന്ത് വേണം? ഇവിടെ നമുക്ക് കറക്റ്റ് ഉത്തരത്തിൽ നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? ഇത് മാത്രം വേണ്ട. ബാക്കി എന്താണത്? ഒരു സംവേദനം ഒരു
കാര്യം ഗ്രഹിക്കുന്നതിന് അല്ലെ, ഒരു കാര്യം ഗ്രഹിക്കുക, ഒരു കാര്യം നമ്മൾ ടച്ച് ആവാം അല്ലെ, ഏതെങ്കിലും ഒരു സന്ദേശം ഗ്രഹിക്കുന്നതിന് പ്രതികരണം ആരംഭിക്കാൻ തക്ക ശക്തമായ ഉത്തേജനം ഉണ്ടാവണം. ഒന്ന്, ഉത്തേജനത്തെ ഒരു പ്രേരണയാക്കി മാറ്റുന്നതിനുള്ള റിസപ്റ്റർ വേണം അവിടെ. സ്വീകരിക്കാൻ ഒരു സാധനം. തലച്ചോറിലെ പ്രേരണയുടെ വ്യാഖ്യാനം വേണം. ഇത് ഈ നമ്മുടെ സുഷിമ്നയിലേക്കും റിഫ്ലക്സ് പ്രവർത്തനം, നമ്മൾ ഒരാൾ പിച്ചുമ്പോൾ ആ നുള്ളി എന്നുള്ള സാധനം നമ്മുടെ നാഡികൾ വഴി അല്ലെ, അതിലെ ആക്സോണുകൾ വഴി റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ആക്സോൺ, നാഡീകോശം നാഡീകോശങ്ങളില്ലേ, നാഡീകോശം അതിനകത്ത് ആക്സോണുകളൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ നാഡീകോശം, പിന്നെ സംഭവം ഡെൻഡ്രൈറ്റ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സാധനം ബാക്കി അവരെന്ത് ചെയ്യുക, ഈ നുള്ളിയ സാധനം നമ്മുടെ തലയിൽ കൊണ്ടെത്തിക്കുന്നു അല്ലെ. അപ്പൊ അവിടെ സ്വീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ പിച്ചെന്നുള്ള ഭാഗം സ്വീകരിച്ചു, അവിടെ നാഡീയാവയവങ്ങളായിട്ട് എന്ത് ചെയ്തു, നാഡി ചൊറിച്ചെന്നു അല്ലെ, അവിടെ പ്രേരണ കൊടുത്തു, അവിടെ വ്യാഖ്യാനം ചെയ്യപ്പെട്ടു, തലച്ചോറ് വ്യാഖ്യാനം ചെയ്യപ്പെട്ടു, എന്താണ് നടന്നത് വ്യാഖ്യാനം ചെയ്യപ്പെട്ടു. ശേഷം എന്താണ്, ആ ഭാഗത്ത് നമുക്ക് വേദന തോന്നി അല്ലെ, തലച്ചോറ് വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് നമുക്ക് വേദന തോന്നുന്നത്. ഓക്കെ, അപ്പൊ അത് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയും. റിഫ്ലക്സ് പ്രവർത്തനമാണ്, റിഫ്ലക്സ് ആർക്ക് എന്നൊക്കെ പറയുന്ന സംഭവമാണത്. ഒരു സംവേദനം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സംവേദനം അത് റിഫ്ലക്സ് ആണ്. ഗ്രഹിക്കുന്നതിന് പ്രതികരണം ആരംഭിക്കാൻ തക്ക ശക്തം ഉത്തേജനം ഉണ്ടായിരിക്കണം. ഉത്തേജനത്തെ പ്രേരണയാക്കി മാറ്റുന്ന റിസപ്റ്റർ വേണം അവിടെ. തലച്ചോറിലെ പ്രേരണയുടെ വ്യാഖ്യാനം വേണം. ഓക്കെ, +2 +1 ഉള്ള ചാപ്റ്ററാണ്, ബയോളജി ചാപ്റ്ററാണ്. നെക്സ്റ്റ്, പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറകഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, ടെഫ്ര. ചിക്കൻ ബോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡാഷ് എന്നും വിളിക്കുന്നു. എന്താണ്? വേരിസെല്ല. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്? സീറോസിസ്. കരളിൽ നാരുകളുള്ള കലകൾ, ഫൈബ്രോയിഡ്സ് അല്ലെ, ഫൈബറുകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം കരളെപ്പോഴും ഏറെയും ചെയ്യുന്ന അല്ലെ, പുനരുദ്ധാരണ ശേഷിയുള്ള അവയവമാണ് കരളെന്ന് പറയുന്നത്. അപ്പൊ അതിനെ വീണ്ടും സ്വയം നന്നാക്കാനുള്ള ശേഷി ഇല്ലാത്ത അവസ്ഥയാണെന്ത്? സിറോസിസ് അല്ലെ, കരൾ ഇല്ലാതാകുന്ന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുക. നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭയുടെ UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിൽ ദൗത്യം ആരംഭിച്ചു. എന്ത് സംഭവമാണ് നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്, ആർദ്രം പദ്ധതി അല്ലെ. ഇവിടെ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക. ഉത്തരം ആർദ്രം. പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക. പൊതുജനാരോഗ്യ മേഖല നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളെ ഡെവലപ്മെന്റ് ചെയ്യുക, വികസനം കൊടുക്കുക എന്നുള്ളതാണ് ആർദ്രം പദ്ധതി. ഓക്കെ, അത് വായിച്ച് നമ്മൾ അതിലേക്ക് എത്തണം. അടുത്തത്, ചതുരത്തിന്റെ ഓരോ വശവും 1.1 മീറ്റർ അളക്കുന്നു. ചതുരമായ പ്രധാന കണക്കിൽ ചതുരത്തിന്റെ വിസ്തീർണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1.2 മീറ്റർ സ്ക്വയർ. ഇത് ശരിയായ പ്രസ്താവന എടുക്കുക. ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം ശരിയായ പ്രസ്താവനയാണ്. നോക്കാം. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഒരു ഉദാഹരണമാണ്. തെർമോഡൈനാമിക്സിന്റെ 0 നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ആൻസർ താപ സന്തുലിതാവസ്ഥ. ഐക്യരാഷ്ട്രസഭ 2025 ഡാഷായി പ്രഖ്യാപിക്കുന്നു. ആൻസർ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ദ്വിമാന അല്ലെങ്കിൽ 2D പദാർത്ഥം. കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ
ഒരു 2D പദാർത്ഥമാണ്. വലിപ്പം വർദ്ധിക്കുന്നതനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് N3 greater than F greater than NgAl. ഓപ്ഷൻ സി ആൻസർ. ഓക്കെ, നോക്കുമല്ലോ. അടുത്തത്, പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിക്കോട്ടിൻ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? എന്ത് അല്ലെ? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയം. ക്വസ്റ്റ്യനിലേക്ക് നോക്കണം, അപ്പോഴേ നമുക്ക് ആൻസർ എന്താ, ആരെന്നല്ല സമ്മാനം ലഭിച്ചത്, ആർക്കെന്ന് അറിയത്തില്ല. എന്തിനാ നമുക്ക് ചോദ്യം ഇപ്പൊ എന്തിനാണെന്നുള്ളതാണ്. ക്വാണ്ടം ഡോട്ടുകളുടെയും കണ്ടെത്തലും സമന്വയം. ഇപ്പൊ എ കണ്ട എ മാത്രമല്ല, എയും ബിയും സിയും ഒന്ന് ഡിയും വായിച്ചിട്ട് വേണം എയിലേക്ക് ആൻസർ എത്താൻ. അടുത്തത്, 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര്? ആൻസർ ഡി ഗുഗേഷ്. ചെസ് ടൂർണമെന്റ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു? തെയ്യം. കേരള കലാമണ്ഡലം ചാൻസലറായിരുന്ന പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേര് എന്തായിരുന്നു? മല്ലിക സാരാഭായ്. മല്ലിക സാരാഭായ്. 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആദാമിന്റെ മകൻ അബു. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? ബില്യാർഡ്സ്. പങ്കജ് അദ്വാനി ബില്യാർഡ്സ്. -5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, fill in the blanks with a suitable article. Das university in which she is studying in one of the best universities in the world. ആർട്ടിക്കിൾ ചേർക്കാനാണ്. ആൻസർ ഓപ്ഷൻ എ the university. Find out the correct answer from the following sentences. Correct answer പറയുന്നത് ഓപ്ഷൻ ബി ആണ്. One of the students in the class scores full marks. Choose the correct question tag from the following. Question tag correct ചേർക്കുന്നുണ്ടെന്ന് നോക്കണം, എല്ലാം വായിച്ചു നോക്കണം. ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ സി നോക്കാം അല്ലെ. Get out will you. ഷോർട്ടിംഗ് ആണ്. Get out will you. Next one. This is the correct passive form of the sentence. Ram is eating a mango. Ram is eating a mangoയുടെ പാസീവ് ഫോം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. മാംഗോയിൽ തുടങ്ങണം, നമുക്ക് എല്ലാവർക്കും അറിയാം. മാംഗോയിൽ തുടങ്ങുക. ആൻസർ എവിടേക്ക് പോകണം? ആൻസർ ഓപ്ഷൻ സി എ മാംഗോ ഈസ് ബീങ് ഈറ്റൺ ബൈ റാം അല്ലെ. ഇവിടെ ഈറ്റിംഗ് വന്നോണ്ട് എന്ത് വന്നേക്കുന്നത്? ബീങ് ഈറ്റ് എന്ന സംഭവം വന്നേക്കുന്നത്. ഓക്കെ. Next, fill in the blanks with the correct phrasal verb of the word given in the bracket. ആ ക്യാൻസൽഡിന്റെ phrasal verb correct ആക്കുക. The meeting was dash. Cancelled phrasal verb ആണ്. Because of some personal issues of the manager. അപ്പൊ അതിനുള്ള phrasal verb നമുക്കിവിടെ ചേർക്കുക എന്നുള്ളതാണ്. ക്യാൻസലിന്റെ പകരം ഏത് phrasal verb നമുക്ക് വരാൻ പറ്റും? Called off. Called off. Okay. ഇവിടെ അങ്ങോട്ട് എഴുതുക. Called off. Choose the correct antonym of the word luminous. ന്റെ ആന്റണി അല്ലെ, ഓപ്പോസിറ്റ് ഇടുക. ആൻസർ ഡാർക്ക്. ലൂമിനസ് ഇന്റൻസിറ്റി, പ്രകാശത്തിന്റെ കുരുമല്ലേ. Choose the word with the correct spelling. Answer option C collage. Fill in the blanks with the suitable modal verb. Must modal. Policeman must wear khaki. ഉറപ്പാണല്ലോ, must wear khaki. Fill in the blanks with the suitable idiom. The announcer announces that it is time to dash the program. Wrap up. Fill in the blanks using correct preposition. Correct ആക്കുക. The boutique is situated at the city center. അടുത്തത്,
ഹൃദം എന്ന വാക്കിന് സമാന പദം എഴുതുക. കയം. താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏതാണ്? ഉപോദ്ബലകം. കോൺസിലേഷൻ, കോൺസീലിയേഷൻ, കോൺസീലിയേഷൻ, കോൺസീലിയേഷൻ എന്ന പദത്തിന്റെ കൃത്യമായ വിവർത്തനം കോൺസീലിയേഷൻ. വിവർത്തനം അനുരഞ്ജനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന നമുക്കറിയാം, പ്രസ്താവന മൊത്തം വായിക്കണം. ആൻസർ ഓപ്ഷൻ സി. ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. മാടമ്പി എന്നതിന്റെ എതിർലിംഗം ഏതാണ്? കെട്ടിലമ്മ. ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദം ഏതാണ്? വിപതി ധൈര്യം. ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? പാഷാണത്തിൽ കൃമി. വെണ്മ എന്ന പദം പിരിച്ച് എഴുതുക. വെണ്മ എന്ന പദം വെളു പ്ലസ് മ. നിഴൽയുദ്ധത്തെ നിഴൽയുദ്ധം എന്ന പദം അതിനെ വിപുലീകരിക്കാൻ കിട്ടുന്ന എന്താണ്? ചോദ്യം ഇത്രയേ ഉള്ളൂ. നിഴൽ യുദ്ധമൊന്ന് വിപുലീകരിക്കുക. ആൻസർ ഏതാണ്? നിഴലിനോടുള്ള യുദ്ധം. നിഴലിനോടുള്ള യുദ്ധം. കൗമുദി, ജ്യോത്സ്ന എന്നിവ ഏതിന്റെ പര്യായമാണ്? അല്ലെ? ആൻസർ കൗമുദി, ജ്യോത്സ്ന എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? അർത്ഥം എന്താണിത്? നിലാവ്, നിലാവ് അല്ലെ? നിലാവ്. ഓക്കെ. കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. If a computer has 64 KB word length, then its memory unit has how many memory locations? How many memory locations? Answer option C ആണ്. ഇത്രയുമുണ്ട് അല്ലെ? 65, 536 locations. Identify the commonly used magnetic ink character recognition (MICR) fonts from the list below. Answer option A ആണ്. 1, 3 ഉണ്ട്. അതായത് CMC7 and Code 39. The EBDCDIC can represent up to how many different characters? Answer option B ആണ്. 156. Which of the following printer uses physical impact while printing on a paper? Answer option C. Dawn matrix printer. What is the octal equivalent of 255? Answer option A ആണ്. What is the use of shortcut key Control plus Shift plus less than in MS Word? Answer option A ആണ്. Increase font size. Font size. Which among the following views in MS PowerPoint are used for organizing and rearranging slides? Answer option B. 1, 2 ആണ് ആൻസർ. So the following function in MS Excel is used to count cells in a range that meets specific criteria. Answer option D. Next one. Which tab in MS Word 2010 allows you to format text into multiple columns? Page layout. Filter in MS Excel is used for. Filter in MS Excel is used for. ഏതിൽ ഉപയോഗിക്കുക? ആൻസർ ഓപ്ഷൻ സി 2 and 4. ഇത് ലാസ്റ്റ് വരെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം എന്തൊരു അല്ലെ ക്വസ്റ്റ്യൻസ് ആണെന്നറിയാം. താങ്ക് യു ഫോർ മച്ച്. ഇത്തരം ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ളവ ഞാൻ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അവരെന്ന് കമന്റ് ചെയ്യാം. അവസാനം കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന്